നമ്മളെല്ലാവരും ഭയത്തോടു കൂടി കാണുന്ന പ്രകൃതിയിലെ ഒരു പ്രതിഭാസമാണ് ഇടിമിന്നൽ. അപ്പോൾ ഈ ഇടിമിന്നലുള്ള സമയത്ത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീടിന് അകത്താണ് നമ്മൾ ഉള്ളതെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇടിമിന്നലിൻ്റെ ആദ്യ സൂചനകൾ കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ജനലുകളും വാതിലുകളും അടച്ചിടുക. ജനലിൻ്റെയും വാതിലിൻ്റെയും അടുത്തേക്ക് പോകരുത്. ഇരുമ്പ് കൊണ്ടുള്ള കമ്പികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അതിലൊന്നും ടച്ച് ചെയ്തിരിക്കുകയോ നിൽക്കുകയോ ഒന്നും ചെയ്യരുത്. ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ജനലിൻ്റെ കമ്പിയിൽ ടച്ചായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് കൊണ്ടല്ല ഒരു മരണമുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് കൊണ്ടല്ല, ഈ ജനലിൻ്റെ ഇരുമ്പ് കമ്പിയിൽ ടച്ച് ചെയ്ത് നിന്നതുകൊണ്ടാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ് എന്നാണ് പറയുന്നത്. ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ്. വീടിൻ്റെ ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീടിൻ്റെ നമ്മുടെ തടിയിലുള്ള കട്ടിലിൻ്റെ പുറത്ത് കാല് താഴെ ടച്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് നല്ല ഇടിമിന്നലുള്ള സമയത്ത്. ഇലക്ട്രിക് ഉപകരണങ്ങളുടെ എല്ലാം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എല്ലാം ഒന്നിച്ചടിച്ചു പോകാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. എല്ലാ ഉപകരണങ്ങളും നശിച്ചു പോകും. വീടിന് തീ പിടിക്കാൻ വരെ സാധ്യതയുണ്ട്. എല്ലാം പുകഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇടിമിന്നൽ ഉള്ളപ്പോൾ കുളിക്കുന്നതും ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നതും ഒഴിവാക്കേണ്ടതുണ്ട്. പൈപ്പുകളിലൂടെ മിന്നൽ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മിന്നൽ രക്ഷാചാലകം സ്ഥാപിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ കൂടുതൽ സുരക്ഷിതമാണ്. അങ്ങനെയുണ്ട്. ഇനി ഇടിമിന്നലുള്ള സമയങ്ങളിൽ നമ്മൾ പുറത്തായിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നോക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, തുറന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്നത് മിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതിനാൽ പെട്ടെന്ന് സുരക്ഷിതമായ കെട്ടിടങ്ങളിൽ അഭയം തേടുക എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. ഉയരം കൂടിയ മരങ്ങളിൽ മിന്നൽ പതിക്കാൻ സാധ്യത കൂടുതലാണ്. ഉയരം കൂടിയ തെങ്ങ്, പന അങ്ങനെയുള്ള മരങ്ങളിൽ മിന്നൽ പതിക്കാൻ സാധ്യതയാണ്. അതുകൊണ്ട് ഒറ്റപ്പെട്ട ഇങ്ങനെയുള്ള മരങ്ങളുടെ താഴെ നിൽക്കരുത് ഒരു കാരണവശാലും. പുഴ, കുളം, മറ്റ് ജലാശയങ്ങൾ എന്നിവിടങ്ങളിൽ ഇറങ്ങുകയോ മീൻ പിടിക്കുകയോ ചെയ്യരുത്. വാഹനത്തിനുള്ളിലാണെങ്കിൽ തുറന്ന സ്ഥലത്ത് നിർത്തി വാഹനത്തിൻ്റെ ലോഹഭാഗങ്ങളിൽ സ്പർശിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. വാഹനത്തിനുള്ളിലാണെങ്കിൽ തുറന്നൊരു സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ട് വാഹനത്തിൻ്റെ ലോഹഭാഗങ്ങളിൽ ഇരിക്കുക. അപ്പോൾ അതൊരു രക്ഷയാണ്. സൈക്കിൾ, ബൈക്ക് തുടങ്ങിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക. അത് എർത്ത് അടിക്കാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. ഇരുമ്പിൻ്റെ ഇതുള്ളത് കൊണ്ട് നല്ല രീതിയിലുണ്ട്. സൈക്കിള്, ബൈക്ക് യാത്ര ഒഴിവാക്കുക. ഇനി നമ്മൾ തുറസായ ഒരു സ്ഥലത്ത് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇടിമിന്നൽ ഉണ്ടാവുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നല്ല ശക്തമായിട്ടുള്ള ഇടിമിന്നൽ ഉണ്ടാവുക എന്നുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പാദങ്ങൾ ചേർത്ത് വെച്ച് കാൽമുട്ടുകൾക്കിടയിൽ വെച്ച് പന്ത് പോലെ ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേറെ എവിടെയും കയറി നിൽക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇടിമിന്നലുള്ളപ്പോൾ അഴയിൽ കിടക്കുന്ന നനഞ്ഞ വസ്ത്രങ്ങൾ എടുക്കാനായിട്ട് ഓടാൻ പാടില്ല. പെട്ടെന്ന് അത് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്. അഴയിൽ കിടക്കുന്ന നനഞ്ഞ വസ്ത്രങ്ങൾ എടുക്കാനായിട്ട് ഓടരുത്. ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അപകടങ്ങൾ വരുന്നത്. ഇനി മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ഇടിമിന്നൽ ഏൽക്കുമോ എന്നുള്ളൊരിതുണ്ട്. പക്ഷേ ഒരിക്കലും ഇല്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്നും ഇടിമിന്നൽ ഏൽക്കുന്നില്ല. അത് വളരെ മിഥ്യയായിട്ടുള്ളൊരു ധാരണയാണ്. കഴിഞ്ഞ ഒരിടയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഷോക്കടിക്കുന്നു, ഇടിമിന്നൽ ഏൽക്കുന്നു, മറിഞ്ഞു വീഴുന്നു. അതെല്ലാം ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നതാണ്. പക്ഷേ അയാളത് മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ എടുത്തത് കൊണ്ടോ വിളിച്ചത് കൊണ്ടോ ഒന്നും അല്ല ഷോക്കടിച്ചതെന്ന് പറഞ്ഞാൽ, ഇരുമ്പ് ജനൽ കമ്പിയിൽ കൈ ടച്ചായപ്പോഴാണ് ഇടിമിന്നൽ ഏൽക്കുന്നതും അയാൾ മറിഞ്ഞു വീഴുന്നത്. അതിപ്പോൾ അയാൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ലെങ്കിലും അങ്ങനെ തന്നെ വരികയുള്ളൂ. അതിൽ യാതൊരു പ്രശ്നവും ഇല്ല. അത് വെറുതെ പറയുന്നതാണ്. അപ്പോൾ ഈ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ പുറത്ത് ജോലിക്ക് പോയിട്ടൊക്കെ വരുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ടുള്ളത് കേട്ടോ. നമ്മൾ പുറത്ത് പോകുന്നവർ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് ഇടിമിന്നലും മഴയൊക്കെ ഉള്ള ഒരു സമയം. എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക. ഇനി മിന്നലേറ്റ ഒരാളെ നമ്മൾ പെട്ടെന്ന് കണ്ടാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മിന്നലേറ്റ ആളുടെ ശരീരത്തിൽ വൈദ്യുതി പ്രവാഹം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രഥമ ശുശ്രൂഷ നമുക്ക് നൽകാവുന്നതാണ്. കൃത്രിമ ശ്വാസമൊക്കെ കൊടുക്കാവുന്നതാണ്. ശരീരത്തിൽ നമ്മൾ ശക്തമായിട്ടൊക്കെ തട്ടുകയൊക്കെ ചെയ്യുക. ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ആദ്യം 30 സെക്കൻഡിൽ തന്നെ വൈദ്യുതി സഹായം കൊടുക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുമോ. താങ്ക് യു ഫോർ വാച്ചിങ്.